ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 18 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്ന് തിരുസഭ പരിശുദ്ധമ്മയുടെ മാതാപിതാക്കളായ യോവാക്കിമിന്റെയും അന്നയുടെയും തിരുനാൾ കൊണ്ടാടുകയാണ്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം എന്ന് പറയാറുണ്ട്. പരിശുദ്ധ അമ്മയിൽ നിന്ന് തൻ്റെ മാതാപിതാക്കളുടെ നന്മയെക്കുറിച്ച് നമുക്ക് ഏറെ മനസ്സിലാക്കുവാൻ കഴിയും. യോവാക്കിമിനെ കുറിച്ചും അന്നയെക്കുറിച്ചും അധികമൊന്നും തിരുവചനത്തിലൂടെ നാം ശ്രവിക്കുന്നില്ലെങ്കിലും പരിശുദ്ധ അമ്മയുടെ മേന്മയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആ അമ്മയിലുണ്ടായിരുന്ന പുണ്യങ്ങളും നന്മകളും ധ്യാനിക്കുമ്പോൾ അമ്മയുടെ മാതാപിതാക്കളായ യോവാക്കിമിനെയും അന്നയെയും തീർച്ചയായിട്ടും നാം വിസ്മരിക്കില്ല. കാരണം ക്രിസ്തു പറഞ്ഞതുപോലെ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം. നല്ല വൃക്ഷത്തിന് മാത്രമേ നല്ല ഫലം നൽകുവാൻ കഴിയുള്ളൂ. തങ്ങളുടെ ജീവിതത്തിലൂടെ, തങ്ങളുടെ പുണ്യങ്ങളിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് വിശുദ്ധരായ മാതാപിതാക്കന്മാരായിരുന്നു യോവാക്കിമും അന്നയും. ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വിത്തിനെ കുറിച്ചാണ് നാം തിരുവചനത്തിൽ ശ്രവിക്കുക. മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 18 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നത് എങ്ങനെയാണെന്ന് കർത്താവ് പങ്കുവയ്ക്കുന്നുണ്ട്. വഴിയരികിൽ വീണ വിത്തും, പാറമേൽ വീണ വിത്തും, മുള്ളുകൾക്കിടയിൽ വീണ വിത്തും, നല്ല നിലത്ത് വീണ വിത്തും. ഈ വിത്തുകളൊക്കെ നല്ലതായിരുന്നു. പക്ഷേ വീണ നിലത്തിന്റെ പ്രത്യേകത കൊണ്ട് അതൊക്കെ വാടിപ്പോയി, ഞെരുങ്ങിപ്പോയി, ഫലം നൽകാത്തതായി തീർന്നു. ഹൃദയമാണ് ഏറെ പ്രധാനം. നിന്റെ നിലമാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. നിന്റെ മനസ്സിന്റെ കോണിൽ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിറയ്ക്കുന്ന നന്മകൾ, അതാണ് തീർച്ചയായിട്ടും ഫലങ്ങൾ ഉളവാക്കുന്നത്. പക്ഷെ പലപ്പോഴും നല്ല നിലങ്ങൾ ഉള്ള മനസ്സിന് ഉടമകളാകുവാൻ നീയും ഞാനുമൊക്കെ പോരാടുകയാണ്. കുറവുകൾ ഒത്തിരിയുണ്ട്. പക്ഷെ ഈ കുറവുകളൊക്കെ മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും നീയും ഞാനും നമ്മുടെയൊക്കെ മനസ്സാകുന്ന നിലം ദൈവവചനമാകുന്ന വിത്തുകളിട്ട് പാകമാക്കേണ്ടത് അത്യാവശ്യമാണ്. നിലം നല്ലതാണെന്ന് അറിയണമെങ്കിൽ വിത്തുകൾ വീണാലേ സാധിക്കുകയുള്ളൂ. വിത്ത് വീഴണമെങ്കിൽ മനസ്സ് തുറന്നു പിടിക്കണം. മനസ്സ് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃക്ഷത്തിന്റെ ഫലങ്ങൾ നമുക്കും നൽകുവാനായിട്ട് സാധിക്കും. യോവാക്കിമും അന്നയും തങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും പരിശുദ്ധമായി കാത്തു സൂക്ഷിച്ചു. അതിൻ്റെ ഫലമാണ് പരിശുദ്ധ അമ്മ. നമ്മുടെയൊക്കെ കുടുംബത്തിലും നമ്മുടെയൊക്കെ ചുറ്റുപാടും നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഒരുപാട് തിന്മകൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട്. ഈ തിന്മകൾക്കൊക്കെ കൂടുന്നുണ്ടെങ്കിൽ നീയും ഞാനും അതിന് ഒരു കാരണമായി, നിമിത്തമായി മാറുന്നുണ്ടോ? നിന്നിലുള്ള നന്മ നശിച്ചു പോകുന്നത് കൊണ്ടല്ലേ തിന്മകൾ ഇന്ന് പെരുകുന്നത്? യോവാക്കിമിന്റെയും അന്നയുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ വിശുദ്ധരായ മാതാപിതാക്കളോട് പ്രാർത്ഥിക്കാം. മകളെ എപ്രകാരം നന്മയിൽ പരിശുദ്ധിയിൽ വളർത്തിയോ അപ്രകാരം നന്മയിൽ പരിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും അവളുടെ മാതാപിതാക്കളായ യോവാക്കിമിന്റെയും അന്നയുടെയും പ്രത്യേക മാധ്യസ്ഥവും നമുക്ക് യാചിക്കാം. അവരുടെ മധ്യസ്ഥത വഴി നമ്മുടെ ഹൃദയത്തിൽ നന്മകൾ ഉടലെടുക്കുവാനും നന്മയുള്ള ഫലവൃക്ഷങ്ങളായി തീരുവാൻ വേണ്ട കൃപയുണ്ടാകാനും വേണ്ട അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം.